തൃശൂർ വടക്കാഞ്ചേരി കുറ്റൂരിൽ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പലചരക്ക് കട പൊളിച്ചതിനെ ചൊല്ലി വിവാദം. കുറ്റൂർ സ്വദേശി ജോമോന്റെ കടയാണ് കഴിഞ്ഞ ദിവസം PWD പൊളിച്ചത്. തിരൂർ ആട്ടൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പുറമ്പോക്കിലെ കയ്യേറ്റം ഒഴിപ്പിച്ചത്. എന്നാൽ വടക്കാഞ്ചേരി MLAയുടെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കട പൊളിച്ചുവെന്നാണ് ജോമോൻ കൊളന്നൂരിന്റെ ആരോപണം. പേരുകളുമായി നടരാജ് പരശുരാം ചേരുന്നു. നടരാജ്, വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ജോമോൻ കൊളന്നൂരിലെ കുറ്റൂരിലുള്ള പലചരക്ക് കട PWD പൊളിച്ചത്. തിരൂർ ആട്ടൂർ BMBC റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പുറമ്പോക്കിലെ കയ്യേറ്റം ഒഴിപ്പിച്ചത് എന്നാണ് വിശദീകരണം. എന്നാൽ ഇത് അങ്ങനെയല്ല. വടക്കാഞ്ചേരി MLA ആയ സേവ്യർ ചിറ്റലപ്പള്ളിക്ക് തന്റെ പേരിലുള്ള രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് കട പൊളിച്ചത് എന്നാണ് ജോമോൻ കൊളന്നൂരിന്റെ പരാതി. ഇക്കാര്യത്തിൽ, അതായത് ആ പ്രദേശത്ത് മറ്റു പുറമ്പോക്ക് ഭൂമികളും മറ്റും ഉള്ളപ്പോഴും തന്റെ പലചരക്ക് കട മാത്രം ലക്ഷ്യമിട്ട് വന്ന് പൊളിക്കുകയാണെന്നും ഇത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് എന്നുമാണ് ജോമോൻ കൊളന്നൂർ ആരോപിക്കുന്നത്. ഇതിന് കാരണമായി അദ്ദേഹം പറയുന്നത് വടക്കാഞ്ചേരി MLAയുടെ നേതൃത്വത്തിൽ ആ ഭാഗത്ത് ഒരു കെട്ടിടം പണിയുന്നുണ്ട്. ഈ കെട്ടിടത്തിന്റെ ചട്ടലംഘനത്തിനെതിരെ താൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനെതിരെ താൻ പലതവണ വാദിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിക്ക് തന്നോടുണ്ട്. അതിന്റെ വൈരാഗ്യം തീർക്കാനാണ് അദ്ദേഹം തന്റെ കട മാത്രം ലക്ഷ്യമിട്ട് പൊളിക്കാൻ PWDക്ക് നിർദ്ദേശം നൽകിയത് എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് CPIM ലോക്കൽ സെക്രട്ടറി വികാസ് രാജും വാർഡ് മെമ്പർ പ്രകാശൻ ചിറ്റലപ്പള്ളിയും തന്റെ കട പൊളിക്കുന്ന സമയത്ത് സാന്നിധ്യത്തിൽ എത്തിയത് അവരോട് താൻ തർക്കിക്കേണ്ടി വന്നു. രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ട് കട പൊളിക്കാൻ എത്തുന്നത് എന്തിനാണ് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവർ തമ്മിൽ തർക്കിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ MLA പറയുന്നത് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനത്തിനായാണ് പൊളിച്ചതെന്നും പ്രദേശത്ത് മറ്റ് കയ്യേറ്റങ്ങളും പൊളിക്കുന്നുണ്ടെന്നും ഇത് രാഷ്ട്രീയ വൈരാഗ്യം ഇല്ലെന്നുമാണ് സേവ്യർ ചിറ്റലപ്പള്ളി വിശദീകരിക്കുന്നത്. എന്തായാലും CPMന്റെ പാർട്ടി ഓഫീസും മറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വീടൊക്കെ തന്നെ ഇത്തരത്തിൽ പുറമ്പോക്കിലുണ്ടെന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട്. ഇതൊരു കോൺഗ്രസ് CPM തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ സ്ഥലത്ത് വന്ന് ജോമോൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. ഇത്തരത്തിൽ മുൻ വൈരാഗ്യം വെച്ച് കട പൊളിക്കുന്ന രീതി അനുവദിക്കാനാവില്ലെന്നും ചട്ടപ്രകാരം എല്ലാവരുടെയും സ്ഥലം ഏറ്റെടുക്കലാണ് വേണ്ടതെന്നും അനിലക്കരയും ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ തുടർ പ്രതികരണങ്ങൾക്കും തർക്കങ്ങൾക്കുമുള്ള സാധ്യതയാണ് കാണുന്നത്. ധന്യ. ശരി നടരാജ്.